നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. SIR നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാറിന്റെ പൂർണ്ണ ആശീർവാദത്തോടു കൂടി BJPയുടെ നേതാക്കളിൽ പലരും ജയിച്ചു കയറി. ഇതിൽ പലരും കൊടും ക്രിമിനലുകളാണ് എന്നുള്ളത് ഓരോന്നും അക്ഷരം പ്രതി ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അനന്ത് സിംഗ് എന്ന ജയിലിലെ ഒരു വ്യക്തി, ക്രിമിനലായ വ്യക്തി, 7 കൊലപാതക കേസിൽ പ്രതിയായ സാമ്രാട്ട്, ബലാത്സംഗ കുറ്റാരോപിതനായിട്ടുള്ള പിന്റു അടക്കമുള്ളവർ വിജയിച്ചിരിക്കുന്നു. സമൂഹത്തിൽ വിദ്യാഭ്യാസം നൽകിയിട്ടുള്ള കൈസി സിൻഹെ പോലുള്ളവർ തോറ്റിരിക്കുന്നു. ജ്ഞാനേഷ് കുമാറിന്റെ കൃപ തന്നെയല്ലേ എന്ന് സോഷ്യൽ മീഡിയയിൽ നിരന്തരം ചർച്ചയാവുകയാണ്. എന്ത് ചെയ്തു കളയും സുപ്രീം കോടതി എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അടുത്ത ചോദ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പൂർണ്ണമായ വിവരം ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിവരാവകാശ പട്ടികയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള നടപടിക്രമങ്ങൾ പാർലമെന്റ് ത്വരിതപ്പെടുത്താൻ ശ്രമിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റം ഇതാണെങ്കിൽ ഈ രാജ്യത്ത് ഭരിക്കുന്നവരുടെ അവസ്ഥ ഏതായിരിക്കും? അവരെ വീണ്ടും വീണ്ടും തിരഞ്ഞെടുക്കാൻ, അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എന്ന ഈ പ്രഹസനം തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ BJP പണിപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ, 1 നേഷൻ 1 ഇലക്ഷൻ എന്ന രീതിയിൽ കൊടുമ്പരി കൊള്ളുന്ന ചർച്ചകൾ അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വൈകാതെ സാധ്യമാകും. അത് കഴിയുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പേ ഇല്ല, ഏകാധിപത്യ ഭരണത്തിലേക്ക്, ചൈനയിലേതുപോലെ അതല്ലെങ്കിൽ നോർത്ത് കൊറിയയിലെ പോലെ ഒക്കെ ഏകാധിപത്യ ഭരണത്തിലേക്ക് കൃത്യമായി തീവ്ര വലതുപക്ഷ രാഷ്ട്രമാക്കി ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ഈ രാജ്യത്തെ സംഘപരിവാർ തീവ്രമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ജനാധിപത്യ മാർഗം ശക്തിപ്പെട്ടാൽ അതിലൂടെ തിരിച്ച് കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് ഭയമുണ്ട്. നന്നായി അറിയാം BJPക്ക്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കള്ളക്കളി നടത്തുന്നത്. സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളിൽ നിന്നും പരിപൂർണമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എക്സ്ക്ലൂഡ് ചെയ്യാൻ, അതായത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അണിയറയിൽ നടക്കുന്നത്. അതായത് ഒരു തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ സംബന്ധിക്കുന്നതോ അല്ലെങ്കിൽ വോട്ടർ പട്ടികയിലെ വിവരങ്ങളോ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയൊന്നും സുപ്രീം കോടതിക്ക് ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കൊണ്ടുപോവുക. അതാണ് ഇനി നരേന്ദ്രമോദിയുടെ മുന്നിലുള്ള പ്ലാൻ. അതിനുവേണ്ടി പ്രത്യേക ബില്ലോ അതിൽ ഭേദഗതി വരുത്താൻ വേണ്ടിയുള്ള ഓർഡിനൻസോ തയ്യാറാക്കി അത് രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് നിയമമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 202 സീറ്റുകൾ NDA ജയിച്ചു, 21 സീറ്റ് ചിരാഗ് പാസ്വാന്, 85 സീറ്റ് JDUവിന്, 89 സീറ്റ് BJPക്ക്. വെള്ളരിക്ക പട്ടണമാണോ ഇത്? ജനങ്ങൾ ആർത്തിരമ്പിക്കൊണ്ട് തെരുവിലിറങ്ങിയിരിക്കുകയാണ് ബീഹാറിൽ. തങ്ങൾ വോട്ട് ചെയ്ത സ്ഥാനാർത്ഥികൾ ജയിക്കാത്തത് എന്തുകൊണ്ട്? പല RJD നേതാക്കളുടെ റാലികളിൽ തടിച്ചുകൂടിയ ജനതയെ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്?